ആസാമിലെ സിമന്റ് കമ്പനിക്ക് ഏക്കർ കണക്കിന് ഭൂമി വിട്ടുകൊടുത്തു. അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി വന്നിട്ടുണ്ട്. അപ്പം ഹൈക്കോടതിക്ക് പോലും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അസാമിലെ ഹൈക്കോടതി എന്ന് പറയുമ്പോൾ ഗുവാഹത്തി ഹൈക്കോടതിയിലാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു രസകരമായ സംഭവം ഉണ്ടായത്. ആസാമിലെ ദിമാ ഹസാബോ എന്ന് പറയുന്ന ജില്ലയിൽ ഒരു സ്വകാര്യ സിമന്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ സർക്കാർ സിമന്റ് ഫാക്ടറി തുടങ്ങാനും മറ്റ് കാര്യങ്ങൾക്ക് മൈനിങ്ങിനും ഒക്കെയായിട്ട് ഭൂമി അനുവദിക്കും. സാധാരണ നമ്മുടെ എല്ലാ നാടുകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേപോലെ കമ്പനികൾ അവരുടെ ആവശ്യവുമായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സർക്കാർ ഭൂമി അനുവദിക്കും. കാരണം വ്യവസായങ്ങളൊക്കെ വരേണ്ടതാണല്ലോ, നമ്മളുടെ ഡെവലപ്മെന്റിനും ഒക്കെ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ധാരാളം വരണം. അങ്ങനെ സ്വാഭാവികമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഭൂമി അനുവദിക്കും, സ്വകാര്യ കമ്പനികൾക്കും ഒക്കെ തന്നെ ഭൂമി അനുവദിക്കും. അത്തരത്തിൽ ഒരു കമ്പനി, സിമന്റ് കമ്പനി മഹാബലെ എന്ന് പറയുന്ന കമ്പനിയാണ് അവിടെ അസാമിൽ ദിമാ ഹസാവോ എന്ന് പറയുന്ന ജില്ലയിൽ ഇതുപോലെ സർക്കാരിനെ സമീപിച്ചത്. തങ്ങൾക്ക് ഈ സിമന്റ് ഫാക്ടറിക്ക് വേണ്ട മൈനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇവര് സമീപിച്ചത് സർക്കാരിനെ. അവർക്ക് കൊടുത്ത ഭൂമിയുടെ അളവ് കേട്ടിട്ടാണ് ഈ പറയുന്ന ഹൈക്കോടതിയിലെ ജഡ്ജായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ഞെട്ടുകയാണ്. നമുക്ക് അതിന്റെ വീഡിയോ ഒക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈറലാണ്. സഞ്ജയ് കുമാർ മേദി എന്നാണ് ആ ജഡ്ജിന്റെ പേര്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ മുന്നിൽ വരുന്നത്. ആ സമയത്ത് ഇതിന്റെ വാദം കേൾക്കുന്നതിനിടയിലാണ് ഈ 3000 ബിഗ ഭൂമി, ബിഗ എന്ന് പറയുന്നത് അസാമിലെയൊക്കെ ഈ ഭൂമിയുടെ അളവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ബിഗ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ഏക്കർ കണക്കിലേക്ക് വരുമ്പോൾ 991 ഏക്കർ വരുന്ന പ്രദേശമാണ് ഈ കമ്പനിക്ക് വിട്ടുകൊടുത്തത്. അപ്പൊ 3000 മുഴുവനായി കൊടുത്തു. ഇതാണ് ആ ജഡ്ജി ചോദിക്കാൻ കാരണം. ഇങ്ങനെ ആ വാദത്തിനിടയ്ക്ക് ഇങ്ങനെ പറയുന്നു, എന്താണ് നിങ്ങളുടെ കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഭൂമി വിട്ടു തന്നു, 3000 ബിഗ ഭൂമിയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം അന്തം വിട്ടിങ്ങനെ ബാബിളിച്ച് നോക്കാൻ 3000 ബിഗ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അദ്ദേഹം വളരെ അത്ഭുതത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ ആദിവാസി ജില്ലയാണത്, ആദിവാസി ഭൂമിയാണത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ആ ജില്ല മുഴുവൻ നിങ്ങൾക്ക് വിട്ടു തന്നോ എന്ന് ചോദിക്കുമ്പോൾ അഭിഭാഷകർ പറയുന്നത് ആ ജില്ലയുടെ വിസ്തീർണം എനിക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് ഇത് ആവശ്യമാണ്, അവിടെ മൈനിങ് ഒക്കെ നിലവിൽ നടക്കുന്നുണ്ട്, അതുകൂടെ കൂട്ടിയിട്ടാണ് ഈ ഭൂമി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അതിനെ അങ്ങനെ എന്താണ് പറയുക, തമാശയായിട്ട് കാണുന്നില്ല. അദ്ദേഹം ചോദിക്കുന്നത് അതൊക്കെ ശരി തന്നെ, ഇതെനിക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് വലിയ തമാശ വല്ലമാണോ ഈ പറയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറ്റവർ ഈ കമ്പനിയുടെ അഭിഭാഷക അവരുടെ വിശദാംശങ്ങൾ കൂടുതൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യമല്ല ഇവിടെ പ്രധാനം, പ്രൈവറ്റ് ഇൻട്രസ്റ്റ് അല്ല. അദ്ദേഹം പറഞ്ഞ ഡയലോഗ് നോട്ട് പ്രൈവറ്റ് ഇൻട്രസ്റ്റ്, ഇറ്റ് ഈസ് പബ്ലിക് ഇൻട്രസ്റ്റ് വാട്ട് മാറ്റേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നിങ്ങളുടെ ആവശ്യമല്ല, സ്വകാര്യ വ്യക്തിയുടെ ആവശ്യമല്ല ഇവിടെ ഞാൻ കണക്കിലെടുക്കുക, അല്ലെങ്കിൽ അതല്ല പ്രധാനപ്പെട്ടത്, പൊതുജനങ്ങളുടെ താല്പര്യം എന്താണ് അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ആ ഭൂമി തരിശു ഭൂമിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതെനിക്കറിയാം, ആ ഭൂമിയുടെ പ്രത്യേകതയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ എനിക്കറിയാം. എങ്കിലും ഇങ്ങനെ ഇത്തരത്തിൽ 3000 ബിഗ അല്ലെങ്കിൽ ഇത്രയും വലിയ വിസ്തൃതിയിൽ ഒരു ഭൂമി നിങ്ങൾക്ക് തരിക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അത് നമുക്ക് കണ്ട 1 മിനിറ്റിലധികമുള്ള ഒരു വീഡിയോ ആണത്. അത് ലൈവ് സ്ട്രീമിംഗ് ആയിരുന്നു, അതിന്റെ വാദത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് ആയിരുന്നു. അതാണ് ഇപ്പോൾ പ്രചരിക്കുന്നപ്പോൾ അവിടെ അസാമിലെ സർക്കാർ ഈ സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി നടത്തുന്ന വഴിവിട്ട നീക്കങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ഈ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഈ പറയുന്ന മഹാബലെ എന്ന് പറയുന്ന സിമന്റ് കമ്പനി അദാനി ഗ്രൂപ്പിന്റേതാണ് എന്ന് പറഞ്ഞൊരു വാർത്ത വരികയും ഒക്കെ തന്നെ ഇത് വലിയ രീതിയിൽ പ്രചാരം നേടുകയൊക്കെ ചെയ്തു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അദാനി ഗ്രൂപ്പിന്റെ സ്പെഷ്യൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ഇറക്കി. ആ പറയുന്ന കേസിൽ തങ്ങൾക്ക് ബന്ധമില്ല, തങ്ങളുമായി ബന്ധപ്പെട്ട കേസല്ല എന്ന് അദ്ദേഹം ആ വിഷയത്തെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കേസ് ഇവരുമായി ബന്ധപ്പെട്ടതല്ല. മഹാബലെ എന്ന് പറയുന്ന കമ്പനി വേറൊരു ആളുടെയാണ്. പക്ഷെ ഈ പറയുന്ന പോലെ അദാനിക്കും സമാനമായ രീതിയിൽ ഈ ജില്ലയിൽ തന്നെ ഏതാണ്ട് 1200 ബിഗ ഭൂമി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വൻകിട കുത്തക മുതലാളിമാർക്ക് ആദിവാസികളുടെ ഭൂമിയാണെന്ന് നമ്മൾ ആലോചിക്കണം. അവരുടെ ഭൂമി ഇങ്ങനെ അവിടെ ഈ സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയിട്ട് മൈനിങ്ങിനും ഒക്കെ ആയിട്ട് കൊടുക്കുകയാണ്. അവിടെ എന്താ പറയുക, കഴിഞ്ഞ കുറെ നാളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി തന്നെ ഈ പറയുന്ന മഹാബല എന്ന് പറയുന്ന സിമന്റ് കമ്പനിക്ക് ഭൂമി കൊടുത്ത വിഷയത്തിൽ തന്നെ അവിടുത്തെ സാധാരണക്കാർ ആദിവാസികളായിട്ടുള്ളവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തി, ഒരു പൊതുപ്രവർത്തകൻ, ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങൾ അവിടെ നടക്കുകയാണ്. അവര് സ്വന്തമായി ഭൂമിയുള്ളവരൊക്കെ തന്നെ അവർക്ക് ഒരു ദിവസം വന്നിട്ട് 2 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം കൊടുത്തിട്ട് അവരോട് ഇറങ്ങിപ്പോകാൻ പറയുകയാണ്. അവരെ ഇറക്കി വിടാനായിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ അവിടെ ആ ആദിവാസി സമൂഹം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ ന്യൂസ് ലോണ്ടറി പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ വാർത്തകൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് വായിച്ചാൽ നമുക്ക് അതിന്റെ
ഒരു സീരിയസ്നെസ് മനസ്സിലാക്കും. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇതിപ്പോൾ വന്നിട്ട് ഇപ്പം 2-3 ദിവസമേ ആകുന്നുള്ളൂ. പക്ഷേ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ എന്താ പറയുക ആദിവാസികളുടെ നിയമ പോരാട്ടം അതിന് കാലങ്ങളുടെ പഴക്കമുണ്ട് എന്നതാണ് ഏറെ രസകരമായ ഒരു കാര്യം. സർക്കാർ പൊതുജനത്തിന്റെ വികാരം മനസ്സിലാക്കുന്നില്ല. അംബാനിയെ അദാനിയും മറ്റും വളർത്താനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ഹൈക്കോടതി വിമർശിച്ചത്. ഇത്രയും ഹൈക്കോടതി വിമർശിച്ചിട്ട് മാറ്റം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അത് നമ്മൾ നോക്കണം. ഈ അസം ഭരിക്കുന്നത് ആരാണ് എന്നുള്ളത്. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേര് ഹിമന്ത ബിശ്വ ശർമ്മ എന്നാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കോൺഗ്രസിന്റെ പഴയ നേതാവാണ് അദ്ദേഹം. കോൺഗ്രസ് ആയിരിക്കും അവിടെ അസം ഭരിക്കുന്നത്, കോൺഗ്രസ് ആണ് ഇതൊക്കെ ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കറകളഞ്ഞ ഒരു BJP-കാരനാണ്. കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവർക്കാണല്ലോ അദാനിയോടും അംബാനിയോടും ഇത്ര. തീർച്ചയായിട്ടും അതെ. ആ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം കോൺഗ്രസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ട് BJP-യിൽ എത്തുന്നത്. നമ്മുടെ ഈ എന്താ പറയുക കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം ഒക്കെ തന്നെ ഒരേ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ സർക്കാരുകളെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനങ്ങളാണ് ഈ 4 സംസ്ഥാനങ്ങളും. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഹിമന്ത ബിശ്വ ശർമ്മ പാർട്ടിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം BJP-യിൽ പോകുന്നു. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് അടിവെച്ച് വളർന്നു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും ഭരണം നിലനിർത്തുകയും അങ്ങനെ വന്നപ്പോൾ ഈ പറയുന്ന ഹിമന്ത ബിശ്വ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഈ കോൺഗ്രസിൽ നിന്ന പോലത്തെ ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല കേട്ടോ. അദ്ദേഹം BJP-യിലേക്ക് വന്ന ശേഷം വലിയ രീതിയിൽ അദ്ദേഹം മാറുകയാണ്. ആളാകെ മാറി. അദ്ദേഹത്തെ പോലെ ഒരു മതവർഗീയ അല്ലെങ്കിൽ തീവ്രവാദി ആയിട്ടുള്ള ഒരു നേതാവിനെ ഇന്ന് BJP-യിൽ കാണാൻ പ്രയാസമാണ്. നമ്മൾ പറയത്തില്ലേ ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്ന പോലെ കറകളഞ്ഞ RSS നേതാക്കളും RSS-ലൊക്കെ തന്നെ RSS-ന്റെ സ്വയംസേവകരായിട്ടൊക്കെ വളർന്നു വന്ന് ഇപ്പോൾ നേതൃത്വത്തിലിരിക്കുന്ന മോദിയാകട്ടെ, അമിത്ഷാ ആകട്ടെ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ആകട്ടെ, അങ്ങനെയുള്ള നേതാക്കളെ ഒക്കെ കവച്ചു വെക്കുന്ന രീതിയിലാണ് അദ്ദേഹം മുസ്ലിം വിരുദ്ധതയും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളും ഒക്കെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ട് നമ്മൾ അന്തം വിട്ടു. കോൺഗ്രസ്സുകാരൊക്കെ തന്നെ ഒരുപക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും അദ്ദേഹം പോയത് കാര്യമായി എന്ന്. ആ മാതിരി തരത്തിലുള്ള വർഗീയതയൊക്കെ തന്നെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ എന്താണ് പ്രീതിപ്പെടുത്തുക എന്ന് നമ്മൾ പറയത്തില്ല. ഓരോ സ്ഥാനങ്ങൾക്ക് വേണ്ടി ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകണം. അപ്പോൾ കേന്ദ്ര നേതൃത്വം എന്താണ് ആഗ്രഹിക്കുന്നത് അതിനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത ഹിമന്തയ്ക്കുണ്ട്. അപ്പോൾ കേന്ദ്രത്തിലെ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ തന്നെ അദാനിയെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള കുത്തക മുതലാളികൾ ചേർത്ത് പിടിക്കുന്ന ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ വക്താക്കളായിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞു. നമ്മൾ പറയത്തില്ലേ ഇപ്പോൾ മോദി വിമർശിക്കാനായിട്ട് നമ്മൾ പറയും ഈ മോദി അദാനിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ മുഴുവൻ എഴുതി കൊടുത്തതൊക്കെ നമ്മൾ പറയും. അപ്പൊ അതുപോലൊരു സംഭവമാണ്. ഒരു ജില്ല മുഴുവനും ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി എഴുതി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. മോദിയുടെ പാത പിന്തുടരുകയാണ് കൃത്യമായി. തീർച്ചയായിട്ടും അത് അതേ പറ്റത്തുള്ളൂ. കാരണം അദ്ദേഹത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാട്ടിലും വലിയ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നടപ്പിലാക്കുന്നു എന്ന് കണ്ടാൽ മാത്രമേ അദ്ദേഹത്തിന് അവിടെ നിലനിൽപ്പുള്ളൂ. അത്തരത്തിലുള്ള ഒരു പോരാട്ടമാണല്ലോ അവിടെ നടക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ പോകുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് ഈ പറയുന്നത് പോലെ ഈ ജില്ലയിലെ ആദിവാസി ജില്ലയിലെ ഈ പറയുന്ന 991 ഏക്കർ ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകിയത്. അത് അവരുടെ ഒരു തനി നിറമാണ് കാണിക്കുന്നത്. ഈ പറയുന്ന ആദിവാസികളോടോ അത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളോടോ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളോടോ തങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല, പരിഗണനയുമില്ല. അവരുടെ ക്ഷേമമോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളോ അല്ല ഞങ്ങളുടെ മുഖ്യ വിഷയം. മറിച്ച് ഇത്തരത്തിലുള്ള വലിയ കമ്പനികളെ, സ്വകാര്യ കമ്പനികളെ ഒക്കെ തന്നെ പാലൂട്ടി വളർത്തുക, അവർക്ക് ഈ പറയുന്ന പോലെ ഒരു ഭൂമി ഒരു ജില്ല മുഴുവൻ തന്നെ എഴുതി കൊടുക്കുക, വേണ്ട സഹായങ്ങളൊക്കെ തന്നെ ചെയ്യുക. അപ്പോൾ ഈ മറുഭാഗത്ത് ഈ ആദിവാസികൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങളൊന്നും തന്നെ കാണാതെ കണ്ടിൽ നടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.